ഹായ് നമസ്കാരം. ഇവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് SART 10ാം ക്ലാസ്സിലെ ബയോളജിയിൽ നമുക്ക് 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതില് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് ഏകദേശം ഒരു 200 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഛർദി, തുമ്മല്, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഛർദി, തുമ്മല്, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ ബി ആണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഛർദി, തുമ്മല്, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഇനി ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? ഓപ്ഷൻ ഡി സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഏതാ? സെറിബെല്ലമാണ്. ഇനി മസ്തിഷ്കത്തിലെ റിലേ സെന്റർ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാ? മസ്തിഷ്കത്തിലെ റിലേ സെന്റർ എന്നറിയപ്പെടുന്ന ഏതാ? തലാമസ് അല്ലെ. റിലേ തലാമസ്. ഓപ്ഷൻ എ ആണ്, തലാമസ് ആണ്. ഇനി ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്ന നാഡീകോശ ഭാഗം ഏതാ? ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുന്ന നാഡീകോശത്തിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, സിനാപ്സ് ആട്ടോ. ഏതാ? സിനാപ്സ് ആണ്. ആവേഗങ്ങളുടെ ദിശ, വേഗത എന്നിവ ക്രമീകരിക്കുന്ന നാഡീകോശങ്ങളുടെ ഭാഗം ചോദിച്ചാൽ ഏതാ? സിനാപ്സ് ആണ്. ഇനി മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബെല്ലം അല്ലെ. ഓപ്ഷൻ ഡി ആണ്, സെറിബെല്ലം ആണ്. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബെല്ലം ആണ്. ഇനി വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? വേദന സംഹാരികള് പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ സി ആണ്, തലാമസ് ആട്ടോ. ഏതാ? തലാമസ് ആണ്. ഇനി ഏത് നാഡീയ പ്രേക്ഷകത്തിന്റെ പ്രവർത്തനത്തെയാണ് മദ്യം ത്വരിതപ്പെടുത്തുന്നത്? ഏത് നാഡീയ പ്രേക്ഷകത്തിന്റെ പ്രവർത്തനത്തെയാണ് മദ്യം ത്വരിതപ്പെടുത്തുന്നത്? ഏതാ? ഓപ്ഷൻ എ ആണ്, ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ആട്ടോ. ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ആണ്. ഏത് നാഡീയ പ്രേക്ഷകത്തിന്റെ പ്രവർത്തനത്തെയാണ് മദ്യം ത്വരിതപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ഏതാ? ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ആണ്. ഇനി എട്ടാമത്തെ ചോദ്യം: രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായിട്ടോ അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥികോശവുമായിട്ടോ ബന്ധപ്പെടുന്ന ഭാഗം ഏതാണ്? രണ്ട് നാഡീകോശങ്ങൾ തമ്മില് അല്ലെങ്കിൽ നാഡീകോശവും പേശീകോശവുമായിട്ടോ അല്ലെങ്കിൽ നാഡീകോശം ഗ്രന്ഥികോശവുമായിട്ടോ ബന്ധപ്പെടുന്ന ഭാഗം ഏതാ? ഓപ്ഷൻ സി ആണ്, സിനാപ്സ് ആട്ടോ. ഏതാ? സിനാപ്സ് ആണ്. ഒൻപതാമത്തെ ചോദ്യം: റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ പറയുന്നത് എന്താ? ആവേഗങ്ങളുടെ സഞ്ചാരപാതയെ പറയുന്നത് എന്താ? ഓപ്ഷൻ എ ആണ്, റിഫ്ലക്സ് ആർക്ക് എന്നാട്ടോ. ഓപ്ഷൻ എ, റിഫ്ലക്സ് ആർക്ക് എന്നാണ്. ഇനി പത്താമത്തെ ചോദ്യം: റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഏതാ? റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഏതാ? റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ കേന്ദ്രം? ഓപ്ഷൻ സി ആണ്, സുഷുമ്ന ആട്ടോ. ഏതാ? സുഷുമ്നയാണ്. ഇനി 11ാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏതാ? ഓപ്ഷൻ ബി, ന്യൂറോൺ ആട്ടോ. ഏതാ? ന്യൂറോൺ ആണ്. ഇനി മനുഷ്യ ശരീരത്തിലെ നാഡികളുടെ എണ്ണം എത്രയാ? മനുഷ്യ ശരീരത്തിലെ നാഡികളുടെ എണ്ണം എത്രയാ? 43 ജോഡി നാഡികളാണുള്ളത്. ഇനി വാഗസ് നാഡി ഒരു ഡാഷ് നാഡിയാണ്. വാഗസ് നാഡി എന്നത് എന്ത് നാഡിയാ? ഒരു സമ്മിശ്ര നാഡിയാട്ടോ. ഓപ്ഷൻ ഡി ആണ്, സമ്മിശ്ര നാഡിയാണ്. വാഗസ് നാഡി എന്താണ്? ഒരു സമ്മിശ്ര നാഡിയാണ്. ഇനി സംവേദ ആവേഗങ്ങൾ സുഷുമ്നയിൽ എത്തിച്ചേരുന്നത് ഏത് വഴിയാണ്? സംവേദ ആവേഗങ്ങള് സുഷുമ്നയിൽ എത്തിച്ചേരുന്നത് ഏത് വഴിയാ? ഡോർസൽ റൂട്ട് വഴി കേട്ടോ. ഓപ്ഷൻ സി, ഡോർസൽ റൂട്ട് വഴിയാണ്. ഇനി 15ാമത്തെ ചോദ്യം: സുഷുമ്നയിൽ നിന്ന് ബാഹ്യഭാഗങ്ങളിലേക്ക് പ്രേരക ആവേഗങ്ങൾ വഹിക്കുന്നത് ഏത് വഴിയാണ്? സുഷുമ്നയിൽ നിന്ന് ബാഹ്യഭാഗങ്ങളിലേക്ക് പ്രേരക ആവേഗങ്ങൾ വഹിക്കുന്നത് ഏത് വഴിയാ? ഓപ്ഷൻ ഡി ആണ്, വെൻട്രൽ റൂട്ട് വഴിയാട്ടോ. ഓപ്ഷൻ ഡി, വെൻട്രൽ റൂട്ട് വഴിയാണ്. ഇനി ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ എ ആണ്, ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? ഹൈപ്പോതലാമസ്. ഇനി സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ സി ആണ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഏതാ? മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ഇനി ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ?
ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ ഡി മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇനി 19ാമത്തെ ചോദ്യം, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓപ്ഷൻ ഡി ആണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇനി മനുഷ്യ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ പരിശോധിച്ചിട്ട് സെറിബ്രത്തിലേക്ക് അയക്കുന്ന അവയവം ഏതാ? മനുഷ്യന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങൾ പരിശോധിച്ചിട്ട് സെറിബ്രത്തിലേക്ക് അയക്കുന്ന അവയവം ഏതാ? ഓപ്ഷൻ സി ആണ് തലാമസ് ആട്ടോ. ഏതാ? തലാമസ് ആണ്. ഇനി സെറിബ്രത്തിന്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സെറിബ്രത്തിന്റെ വെളുത്ത നിറമുള്ള ഉൾഭാഗം അറിയപ്പെടുന്നത് ഏതു പേരില? ഓപ്ഷൻ എ ആണ് മെഡുല്ലയാണ് അല്ലെ. ഓപ്ഷൻ എ മെഡുല്ലയാണ്. ഇനി മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗം ഏതാ? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാ? ഓപ്ഷൻ എ ആണ് സെറിബെല്ലമാണ്. ഏറ്റവും വലുതാണെങ്കിൽ ഏതാ? ഏറ്റവും വലുത് സെറിബ്രമാണ്. രണ്ടാമത്തെ ആണ് ഏത്? സെറിബെല്ലം. ഇനി ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് സെറിബ്രമാട്ടോ. ഏതാ? സെറിബ്രമാണ്. ഇനി സെറിബ്രത്തിന്റെ താഴെ പിന്നിലായിട്ട് രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? സെറിബ്രത്തിന് താഴെ പിന്നിലായിട്ട് രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ ഡി സെറിബെല്ലമാട്ടോ. ഏതാ? സെറിബെല്ലമാണ്. ഇനി മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാ? നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? സെറിബ്രം അല്ലെ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം, രണ്ടാമത്തെ ആണെങ്കിൽ സെറിബെല്ലം. ഇനി സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗം ഏതാ? സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗം ഏതാ? ഏതാ? ഓപ്ഷൻ എ ആണ് കോർട്ടെക്സ് ആട്ടോ. ഏതാ? കോർട്ടെക്സ് ആണ്. ഇനി ശരീര തുലന നില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ശരീരത്തിന്റെ തുലന നില പാലിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ഓപ്ഷൻ ഡി ആണ് സെറിബെല്ലമാണ്. ഇനി 28ാമത്തെ ചോദ്യം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബെല്ലം. ഇനി സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ടും പ്രവർത്തിക്കുന്ന ഭാഗം ഏതാ? സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ടും പ്രവർത്തിക്കുന്നത് ഏതാ? ഓപ്ഷൻ എ തലാമസ് ആണ്. ഇനി ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഏതാ? ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഓപ്ഷൻ ഡി ആണ് സെറിബ്രമാണ്. ഇനി ഭാവന, ബുദ്ധി, ഓർമ്മ, ചിന്ത എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാ? ഭാവന, ബുദ്ധി, ഓർമ്മ, ചിന്ത എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാ? ഓപ്ഷൻ ബി സെറിബ്രമാട്ടോ. ഏതാ? സെറിബ്രമാണ്. ഇനി 32, മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷക ഘടകങ്ങളും നൽകുന്നത് ഏതാണ്? മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷക ഘടകങ്ങളും നൽകുന്നത് ഏതാ? ഓപ്ഷൻ ബി ആണ് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷക ഘടകങ്ങളും നൽകുന്നത് ആരാ? സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ഇനി മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആവരണം ഏതാ? മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആവരണം ഏതാ? ഓപ്ഷൻ എ ആണ് കപാലമാണ്. ഏതാ? കപാലമാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ സുഷുമ്നാ നാഡികളുടെ എണ്ണം എത്രയാ? മനുഷ്യ ശരീരത്തിലെ സുഷുമ്നാ നാഡികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 31 ജോഡി. ഓപ്ഷൻ എ ആണ് 31 ജോഡി. ഇനി മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിച്ച് കാണുന്ന സ്തരപാളി ഏതാ? മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിച്ചു കാണുന്ന സ്തരപാളി ഏതാ? ഓപ്ഷൻ എ ആണ് മെനിഞ്ചസ് ആട്ടോ. ഏതാ? മെനിഞ്ചസ് ആണ്. ഇനി എത്ര ജോഡി ശിരോനാഡികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്? എത്ര ജോഡി ശിരോനാഡികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്? ഓപ്ഷൻ എ ആണ് 12 ജോഡിയാണ്. എത്രയാ? 12 ജോഡിയാണ്. അപ്പൊ 31 ജോഡി എന്തായിരുന്നു? അത് സുഷുമ്നാ നാഡികളുടെയാണ് അല്ലെ. മനുഷ്യ ശരീരത്തിലെ സുഷുമ്നാ നാഡികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 31 ജോഡിയാണ്. ഇനി എത്ര ജോഡി ശിരോനാഡികളാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ എത്രയാ? അത് 12 ജോഡിയാണ്. ഇനി തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം നടത്തുന്ന നാഡീകോശങ്ങൾ ഏതാ? തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം നടത്തുന്ന നാഡീകോശങ്ങൾ ഏതാ? ഓപ്ഷൻ ഡി ആണ് സമ്മിശ്ര നാഡീകോശങ്ങൾ അല്ലെ. ഓപ്ഷൻ ഡി സമ്മിശ്ര നാഡീകോശങ്ങളാണ്. ഇനി മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും വിവിധ അവയവങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന നാഡീകോശങ്ങൾ ഏതാ? മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും വിവിധ അവയവങ്ങളിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന നാഡീകോശങ്ങൾ ഏതാ? ഓപ്ഷൻ ബി ആണ് പ്രേരക നാഡീകോശങ്ങളാണ്. ഇനി ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നത് എന്താ?
ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നത് എന്താ? ഓപ്ഷൻ ഡി ആണ്, മൈലിൻ ഷീത്ത് ആണ് കേട്ടോ. ഏതാ? മൈലിൻ ഷീത്ത് ആണ്. ഇനി മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങൾ ഏതാ? മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങൾ ഏതാ? ഓപ്ഷൻ എ ആണ്, സംവേദ നാഡീകോശങ്ങളാണ്. ഇനി ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുന്ന നാഡീഭാഗം ഏതാ? ആക്സോണിന് പോഷക ഘടകങ്ങള്, ഓക്സിജൻ തുടങ്ങിയവ നൽകുന്ന നാഡീഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, മൈലിൻ ഷീത്ത് ആണ്. ഇനി മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം ഏതാ? മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, വൈറ്റ് മാറ്റർ ആണ്. ഏതാ? വൈറ്റ് മാറ്റർ ആണ്. ഇനി മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണുന്ന ഭാഗം ഏതാ? മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണുന്ന ഭാഗം ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഗ്രേ മാറ്റർ ആട്ടോ. ഏതാ? ഗ്രേ മാറ്റർ ആണ്. ഇനി ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലം ഏതാ? ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? മൈലിൻ ഷീത്ത് അല്ലെ? ഏതാ? മൈലിൻ ഷീത്ത്. ഇനി നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാ? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ചോദിച്ചാൽ ഏതാ? ന്യൂറോണുകൾ അല്ലെ? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ചോദിച്ചാൽ ഏതാ? ന്യൂറോൺ ആണ്. ഇനി മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താ? മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാ? സെറിബ്രമാട്ടോ. ഏതാ? സെറിബ്രമാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്തിന്റെ പ്രവർത്തനം മൂലമാണ് റിഫ്ലക്സ് ആക്ഷൻ സംഭവിക്കുന്നത്? മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തിന്റെ പ്രവർത്തനം കാരണമാണ് റിഫ്ലക്സ് ആക്ഷൻ സംഭവിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, സ്പൈനൽ കോഡ് കേട്ടോ. ഏതാ? സ്പൈനൽ കോഡ് ആണ്. ഇനി പോഡിയാട്രി എന്നത് ഏത് അവയവങ്ങൾക്കുള്ള ചികിത്സാ വിഭാഗമാണ്? പോഡിയാട്രി എന്നത് ഏത് അവയവങ്ങൾക്കുള്ള ചികിത്സാ വിഭാഗമാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, പാദം. ഏതാ? കാൽപാദം കേട്ടോ. കാൽപാദം. ഇനി മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാ? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാ? ഓപ്ഷൻ ഡി ആണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലെ? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്, അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഇനി തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാ? തലച്ചോറിനെയും സുഷുമ്നയെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാ? ഓപ്ഷൻ ബി ആണ്, മെനിഞ്ചസ് ആണ്. ഇനി സീറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം? സീറോഫ്താൽമിയ ഏത് വൈറ്റമിന്റെ അപര്യാപ്തത കാരണം ഉണ്ടാകുന്ന രോഗ? ഓപ്ഷൻ ഡി ആണ്, വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് ഇത്, സീറോഫ്താൽമിയ. ഇനി പ്രായം കൂടുന്ന സമയത്ത് ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാ? പ്രായം കൂടുന്ന സമയത്ത് ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാ? ഓപ്ഷൻ ബി ആണ്, തിമിരമാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ആകെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ എണ്ണം എത്രയാ? മനുഷ്യ ശരീരത്തിലെ ആകെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ എണ്ണം എത്രയാ? 5 ആണ് കേട്ടോ. എത്രയാ? 5 ആണ്. ഇനി തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥ ഏതാ? തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, അപസ്മാരമാണ്. ഇനി മസ്തിഷ്കത്തിലെ നാഡീകലകള് പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് കാരണം ന്യൂറോണുകൾ നശിക്കുകയും അതുവഴി ഓർമ്മ നഷ്ടമാവുകയും ചെയ്യുന്ന അവസ്ഥ ഏതാ? മസ്തിഷ്കത്തിലെ നാഡീകലകളില് പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് കാരണം ന്യൂറോണുകൾ നശിക്കുകയും അതുവഴി ഓർമ്മ നഷ്ടമാകുകയും ചെയ്യുന്ന അവസ്ഥ ഏതാ? ഓപ്ഷൻ എ ആണ്, അൽഷിമേഴ്സ് കേട്ടോ. ഏതാ? അൽഷിമേഴ്സ് ആണ്. ഇനി മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കാരണം ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഏതാ? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കാരണം ഡോപ്പമിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഏതാ? ഓപ്ഷൻ ബി ആണ്, പാർക്കിൻസൺസ് അല്ലെ? ഏതാ? പാർക്കിൻസൺസ്. ഇനി കണ്ണുനീരിൽ അടങ്ങിയ രാസാഗ്നി ഏതാ? കണ്ണുനീരിൽ അടങ്ങിയ രാസാഗ്നി ഏതാ? ഓപ്ഷൻ ഡി ആണ്, ലൈസോസൈം ആണ്. ഏതാ? ലൈസോസൈം ആണ്. ഇനി ഏറ്റവും പുറമേയുള്ള കൺപാളി ഏതാ? ഏറ്റവും പുറമേയുള്ള കണ്ണിലെ പാളി ഏതാ? ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ആണ്, സ്ക്ലീറയാട്ട്. ഏതാ? സ്ക്ലീറയാണ്. ഇനി കണ്ണിന് ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? കണ്ണിലെ ഐറിസിന് ഇരുണ്ട നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാ? ഓപ്ഷൻ എ ആണ്, മെലാനിൻ അല്ലെ? മെലാനിൻ ആണ്. നേത്രഗോളത്തിന്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്ന സ്ഥലം ഏതാ?
നേത്രഗോളത്തിന്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്ന സ്ഥലം ഏതാ? ഓപ്ഷൻ ഡി ആണ് കൺജങ്ക്ടൈവ. ഏതാ? കൺജങ്ക്ടൈവയാണ്. ഇനി തലയോട്ടിയിലെ കുഴികൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? തലയോട്ടിയിലുള്ള കുഴികൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓപ്ഷൻ ബി ആണ് നേത്രകോടരം എന്നാട്ടോ. ഓപ്ഷൻ ബി നേത്രകോടരം എന്നാണ്. ഇനി മനുഷ്യ നേത്രത്തിലെ ലെൻസ് ഏതാണ്? നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാ? നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ചോദിച്ചാൽ ഏത് എഴുതണം? കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ ബൈ കോൺവെക്സ് ലെൻസ് എന്ന് ഓർത്തു വെക്കുക. കോൺവെക്സ് എന്നോ അല്ലെങ്കിൽ ബൈ കോൺവെക്സ് എന്നോ ഓർത്തു വെക്കണം. ഇനി പ്രകാശഗ്രാഹികൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന റെറ്റിനയിലെ ഭാഗം ഏതാണ്? പ്രകാശഗ്രാഹികള് കൂടുതലായിട്ട് കാണപ്പെടുന്ന റെറ്റിനയിലെ ഭാഗം ഓപ്ഷൻ എ ആണ് പീതബിന്ദുവാണ്. ഇനി പ്രകാശഗ്രാഹികള് ഇല്ലാത്തതിനാൽ കാഴ്ചയില്ലാത്ത റെറ്റിനയിലെ ഭാഗം ഏതാണ്? പ്രകാശഗ്രാഹികൾ ഇല്ലാത്തതിനാല് കാഴ്ചയില്ലാത്ത റെറ്റിനയിലെ ഭാഗം ഏതാ? ഓപ്ഷൻ എ ആണ് അന്ധബിന്ദുവാണ്. ഇനി കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത ബാഹ്യപാളി ഏതാ? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത ബാഹ്യപാളി ഏതാ? ഓപ്ഷൻ ഡി ആണ് ദൃഢപടലമാണ്. ഇനി കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന ദ്രവം ഏതാ? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്ന ദ്രവം ഏതാ? ഓപ്ഷൻ എ ആണ് അക്വസ് ദ്രവമാണ്. ഏതാ? അക്വസ് ദ്രവമാണ്. ഇനി കണ്ണിലെ ലെൻസിനും റെറ്റിനക്കും ഇടയിലുള്ള അറ ഏതാ? കണ്ണിലെ ലെൻസിനും റെറ്റിനക്കും ഇടയിലുള്ള അറ ഏതാ? ലെൻസിനും റെറ്റിനക്കും ഇടയിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ഓർത്തു വെക്കണം? LVR എന്ന് ഓർത്തു വെക്കട്ടെ. എന്താ? LVR. ലെൻസിനും റെറ്റിനക്കും ഇടയിൽ ഏതാ? വിട്രിയസ് അറ. ഏതാ? വിട്രിയസ് അറയാണ്. ഇനി 68ാമത്തെ ചോദ്യം, കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രത മാറ്റി ഫോക്കസ് ക്രമീകരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവാണ് ഡാഷ്. കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രത മാറ്റിയിട്ട് ഫോക്കസ് ക്രമീകരിച്ച് പ്രതിബിംബം റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിന്റെ കഴിവിനെ പറയുന്നത് എന്താ? ഓപ്ഷൻ ഡി ആണ് സമഞ്ജനക്ഷമത എന്നിട്ട്. എന്താ? ഓപ്ഷൻ ഡി സമഞ്ജനക്ഷമത. ഇനി മനുഷ്യ നേത്രത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം ഏതാ? മനുഷ്യ നേത്രത്തിന്റെ ആകൃതി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ദ്രവം ചോദിച്ചാൽ ഏതാ? വിട്രിയസ് തന്നെയാട്ടോ. ഏതാ? വിട്രിയസ് ദ്രവമാണ്. ഇനി റെറ്റിനയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശം ഏതാ? റെറ്റിനയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശം ചോദിച്ചാൽ ഏതാ? റോഡ് കോശമാട്ടോ. റെറ്റിനയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശം ഏതാ? റോഡ് കോശമാണ്. ഇനി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശം ഏതാ? മങ്ങിയ വെളിച്ചത്തില് കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശം ഏതാ? ഓപ്ഷൻ ഡി ആണ് റോഡ് കോശമാണ്. ഇനി മനുഷ്യ നേത്രത്തിലെ കോൺകോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണകം ഏതാ? മനുഷ്യ നേത്രത്തിലെ കോൺകോശങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണകം ചോദിച്ചാൽ ഏതാ? ഫോട്ടോപ്സിൻ ആട്ടോ. ഓപ്ഷൻ ഡി ഫോട്ടോപ്സിൻ ആണ്. ഇനി നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശം ഏതാ? നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശം ഓപ്ഷൻ ബി ആണ് കോൺകോശങ്ങളാണ്. ഇനി ഒരു വസ്തുവിന്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങൾ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് സംയോജിക്കുന്ന സമയത്ത് വസ്തുവിന്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്ന അവസ്ഥ ഏതാ? ഒരു വസ്തുവിന്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങൾ മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് സംയോജിക്കുന്ന സമയത്ത് വസ്തുവിന്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്ന അവസ്ഥ ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ദ്വിനേത്ര ദർശനം എന്നാണ്. ഇനി കണ്ണിലെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാ? കണ്ണിലെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്. വൈറ്റമിൻ എ ആണ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി വൈറ്റമിൻ എ ആണ്. ഇനി 76ാമത്തെ ചോദ്യം, കൺജങ്ക്ടൈവയെ ബാധിക്കുന്ന അണുബാധ ഏതാണ്? കൺജങ്ക്ടൈവയെ ബാധിക്കുന്ന അണുബാധ ചോദിച്ചാൽ ഏത്? ഓപ്ഷൻ ബി ആണ് ചെങ്കണ്ണ് കേട്ടോ. കൺജങ്ക്ടൈവയെ ബാധിക്കുന്ന അണുബാധയാണ് ഏത്? ചെങ്കണ്ണ്. ഇനി കണ്ണിന്റെ ലെൻസ് അതാര്യമാകുന്നതിനാല് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാ? കണ്ണിന്റെ ലെൻസ് അതാര്യമാകുന്നത് കാരണം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ ഏതാ? ഓപ്ഷൻ ഡി ആണ് തിമിരമാണ്. ഇനി കണ്ണിനുള്ളിലെ മർദ്ദം കൂടി വരുന്ന അവസ്ഥ ഏതാ? കണ്ണിനുള്ളിലെ മർദ്ദം കൂടി വരുന്ന അവസ്ഥ ഏതാ? ഓപ്ഷൻ ബി ആണ് ഗ്ലോക്കോമ. ഇനി കണ്ണിനുള്ളിലെ മർദ്ദം അസാധാരണയായിട്ട് കൂടുന്ന അവസ്ഥ ഏതാ? കണ്ണിനുള്ളിലെ മർദ്ദം അസാധാരണയായിട്ട് കൂടുന്ന അവസ്ഥ ഏത് തന്നെയാ? ഗ്ലോക്കോമ അല്ലെ, ഗ്ലോക്കോമ. ഇനി കോൺകോശങ്ങളുടെ തകരാറ് കാരണം പച്ച, ചുവപ്പ് ഓർത്തു വെച്ചോ, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഏതാ? കോൺകോശങ്ങളുടെ തകരാറ് കാരണം പച്ച, ചുവപ്പ് എന്നീ നിറങ്ങൾ
തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് വർണ്ണാന്തതയാട്ടോ. ഏതാ? വർണ്ണാന്തതയാണ്. ഇനി കണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? കണ്ണിനെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ ഏതാ? ഒഫ്താൽമോളജി അല്ലെ? ഓപ്ഷൻ ബി ആണ് ഒഫ്താൽമോളജി. 82ാമത്തെ ചോദ്യം, മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്ന സമയത്ത് പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം എന്താ? മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്ന സമയത്ത് പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം എന്താ? ഓപ്ഷൻ ഡി ആണ് പ്യൂപ്പിള് വികസിക്കുകയാണ് ചെയ്യുന്നത്. ഇനി തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുന്ന സമയത്ത് പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം എന്താ? തീവ്രപ്രകാശത്തില് വലയ പേശികൾ സങ്കോചിക്കുന്ന സമയത്ത് പ്യൂപ്പിളിനുണ്ടാകുന്ന മാറ്റം എന്താ? ഓപ്ഷൻ എ ആണ് പ്യൂപ്പിള് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കാഴ്ചാവർണ്ണകം ഏതാ? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത കാഴ്ചാവർണ്ണകം ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് റെഡോപ്സിൻ ആണ്, അല്ലെങ്കിൽ റൊഡോപ്സിൻ ആണ്. ഇനി മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കാഴ്ചാവർണ്ണകം ഏതാ? മങ്ങിയ പ്രകാശത്തില് കാഴ്ച സാധ്യമാക്കുന്ന കാഴ്ചാവർണ്ണകമാണ് ഓപ്ഷൻ ബി റോഡോപ്സിൻ. ഇനി മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത രോഗാവസ്ഥ ഏതാ? മങ്ങിയ വെളിച്ചത്തില് വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത രോഗാവസ്ഥയാണ് ഇത്? നിശാന്തത. ഓപ്ഷൻ ഡി നിശാന്തതയാണ്. ഇനി വൈറ്റമിൻ എയുടെ അഭാവം കാരണം കോർണിയ അതാര്യമാവുന്ന അവസ്ഥ ഏതാ? വൈറ്റമിൻ എയുടെ അഭാവം കാരണം കോർണിയ അതാര്യമാവുന്ന അവസ്ഥ ഏതാ? ഓപ്ഷൻ സി സീറോഫ്താൽമിയ. ഇനി ശരീരം തുലനനില പാലിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഏതാ? ശരീര തുലനനില പാലിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഏതാ? ഓപ്ഷൻ എ ചെവിയാണ്. ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ചോദിച്ചാലാണ് ഏത്? ചെവി എന്ന് പറയുന്നത്. ഇനി ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാ? ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് ചെവിക്കുടയാട്ടോ. ഏതാ? ചെവിക്കുടയാണ്. ഇനി ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാ? ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് എത്തിക്കുന്ന ചെവിയുടെ ഭാഗം ഓപ്ഷൻ എ ആണ് കർണനാളമാണ്. ഇനി മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥരം ഏതാ? മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥലം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് കർണപടമാണ്. ഇനി ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ബാഹ്യകർണത്തിലെ സ്ഥലം ഏതാ? ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ബാഹ്യകർണത്തിലെ സ്ഥലം ഏതാ? ഓപ്ഷൻ ബി ആണ് കർണപടമാണ്. ഇനി മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാ? മധ്യകർണത്തെ ഗ്രസനിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചെവിയിലെ ഭാഗം ഓപ്ഷൻ ഡി യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഇനി കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കിയിട്ട് കർണപടത്തെ സംരക്ഷിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാ? കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കിയിട്ട് കർണപടത്തെ സംരക്ഷിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാ? ഓപ്ഷൻ സി യൂസ്റ്റേഷ്യൻ നാളിയാണ് കേട്ടോ. ഏതാ? യൂസ്റ്റേഷ്യൻ നാളിയാണ്. ഇനി മനുഷ്യനിലെ ഏറ്റവും ചെറിയ അസ്ഥിയായിട്ടുള്ള സ്റ്റേപ്പിസിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം ഏതാ? മനുഷ്യനിലെ ഏറ്റവും ചെറിയ അസ്ഥിയായിട്ടുള്ള സ്റ്റേപ്പിസിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം ഏതാ? ഓപ്ഷൻ എ ആണ് ഓവൽ വിൻഡോ. ഏതാ? ഓവൽ വിൻഡോ. ഇനി ചെവിയുടെ ആന്തരകർണത്തിലെ സ്ഥര അറക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാ? ചെവിയുടെ ആന്തരകർണത്തിലെ സ്ഥര അറക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാ? ഓപ്ഷൻ എ ആണ് എൻഡോലിംഫ് ദ്രവമാണ്. ഇനി ആന്തരകർണത്തിന്റെ സ്ഥര അറക്കും അസ്ഥി അറക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാ? ആന്തരകർണത്തിലെ സ്ഥര അറക്കും അസ്ഥി അറക്കും ഇടയിലായിട്ട് നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാ? ഓപ്ഷൻ എ ആണ് പെരിലിംഫ് കേട്ടോ. ഏതാ? പെരിലിംഫ് ദ്രവമാണ്. ഇനി കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ഏതാ? കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗമാണ് ഏത്? കോക്ലിയ കേട്ടോ. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗം ചോദിച്ചാൽ ഏതാ? കോക്ലിയാണ്. ഇനി ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാ? ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാ? ഓപ്ഷൻ സി ആണ് കോക്ലിയ. ഇനി കോക്ലിയയിൽ എത്ര അറകളുണ്ട്? കോക്ലിയയില് എത്ര അറകളുണ്ട്? 3 അറകൾ കേട്ടോ. കോക്ലിയയിൽ എത്ര അറകളുണ്ട്? 3 അറകളാണുള്ളത്. ഇനി ഉമാമി എന്ന ജപ്പാനീസ് പദത്തിന്റെ അർത്ഥം എന്താ? ഉമാമി എന്ന ജാപ്പനീസ് പദത്തിന്റെ അർത്ഥം ഓപ്ഷൻ ബി ആണ് സന്തോഷകരമായിട്ടുള്ളത് കേട്ടോ. സന്തോഷകരമായിട്ടുള്ളത്. ഈ ഉമാമി എന്ന് പറയുന്നത് എന്താ? ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ രുചിയാണ് കേട്ടോ. രുചിയാണ്.
ഇനി നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം ഏതാ? നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് ഏത്? പാപ്പില്ലകൾ. ഓപ്ഷൻ എ പാപ്പില്ലകളാണ്. ഇനി ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതാണ് ഡാഷ്. ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? ഓർഗൻ ഓഫ് കോർട്ടി അല്ലെ. ഓപ്ഷൻ എ ആണ്, ഓർഗൻ ഓഫ് കോർട്ടി ആണ്. ഇനി ആറാമതായിട്ട് കണ്ടെത്തിയ രുചി ഏതാണ്? ആറാമതായിട്ട് കണ്ടെത്തിയ രുചി ഏതാ? ഒലിയോഗസ്റ്റസ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, ഒലിയോഗസ്റ്റസ്. ഇനി ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, മൂക്കാട്ട്. ഏതാ? മൂക്കാണ്. ഇനി അഞ്ചാമത്തെ രുചി ഏതാ? അഞ്ചാമത്തെ രുചി ഏതാ? ഓപ്ഷൻ എ ആണ്, ഉമാമി. നമ്മൾ തൊട്ടു മുന്നേ പഠിച്ചു. ഉമാമി എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? സന്തോഷകരമായിട്ടുള്ളത് അല്ലെ. ഉമാമി എന്നത് ഏത് വേർഡാ? ഒരു ജാപ്പനീസ് വേർഡാണ്. അതിന്റെ അർത്ഥം എന്തായിരുന്നു? സന്തോഷകരമായിട്ടുള്ളത് എന്നാണ്. അഞ്ചാമത്തെ രുചിയാണ് ഏത്? ഉമാമി. ആറാമതായിട്ട് കണ്ടുപിടിച്ച രുചി ഏതായിരുന്നു? ഒലിയോഗസ്റ്റസ്. ഇനി ഏത് ജീവിയിലാണ് ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്നത്? ഏത് ജീവിയിലാണ് ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്നത്? ഏതാ? ഓപ്ഷൻ ബി ആണ്, പാമ്പിലാട്ടോ. ഏതില? പാമ്പിലാണ്. ഇനി പ്ലനേറിയയിൽ പ്രകാശം തിരിച്ചറിയാനുള്ള ഭാഗം ഏതാണ്? പ്ലനേറിയയില് പ്രകാശം തിരിച്ചറിയാനുള്ള ഭാഗം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്, ഐ സ്പോട്ട് കേട്ടോ. ഏതാ? ഐ സ്പോട്ട് ആണ്. ഇനി ഷഡ്പദങ്ങളുടെ കണ്ണ് അറിയപ്പെടുന്നത് എന്താണ്? ഷഡ്പദങ്ങളുടെ കണ്ണ് അറിയപ്പെടുന്നത് എന്താ? ഓപ്ഷൻ സി ആണ്, ഒമാറ്റീഡിയ അല്ലെ. എന്താ? ഒമാറ്റീഡിയ. ഇനി കാഴ്ചയില്ലാത്തവർ ഉപയോഗിക്കുന്ന ലിപി ഏതാ? കാഴ്ചയില്ലാത്ത ആളുകള് ഉപയോഗിക്കുന്ന ലിപിയാണ് ഏത്? ബ്രെയിലി ലിപി. ഓപ്ഷൻ എ ബ്രെയിലി ലിപിയാണ്. ഇനി രുചി അറിയാൻ സഹായിക്കുന്ന നാക്കിന്റെ ഭാഗം ഏതാ? രുചി അറിയാൻ സഹായിക്കുന്ന നാക്കിന്റെ ഭാഗം ചോദിച്ചാൽ ഏതാ? രാസഗ്രാഹി അല്ലെ. ഓപ്ഷൻ സി രാസഗ്രാഹിയാണ്. ഇനി കോക്ലിയുടെ ആകൃതി എന്താ? നമ്മൾ മുൻപ് പറഞ്ഞു അല്ലെ. എന്തായിരുന്നു കോക്ലിയുടെ ആകൃതി? ഒച്ചിന്റെ ആകൃതിയാണ്. ഇനി ആശയവിനിമയത്തിന് ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഡാഷ്. ആശയവിനിമയത്തിന് ജന്തുക്കള് ചുറ്റുപാടിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഏത്? ഫിറമോണുകൾ. ഏതാ? ഫിറമോണുകളാണ്. ഇനി രോമ വളർച്ച, ബീജോത്പാദനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? രോമ വളർച്ച, ബീജോത്പാദനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇനി ലൈംഗിക അവയവ വളർച്ച, ശബ്ദമാറ്റം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? ലൈംഗിക അവയവ വളർച്ച, ശബ്ദമാറ്റം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഏതാ? ടെസ്റ്റോസ്റ്റിറോൺ. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാ? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാ? ഓപ്ഷൻ സി ആണ്, ഹൈപ്പോതലാമസ്. ഇനി അതിനായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാ? അതിനായക ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഹൈപ്പോതലാമസ്. ഇനി 118ാമത്തെ ചോദ്യം, ഉറുമ്പുകള് ആശയവിനിമയത്തിനായിട്ട് സ്രവിക്കുന്ന രാസവസ്തു ഏതാ? ഉറുമ്പുകള് ആശയവിനിമയത്തിനായിട്ട് സ്രവിക്കുന്ന രാസവസ്തുക്കൾ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ഫിറമോൺ അല്ലെ. ഏതാ? ഫിറമോൺ ആണ്. ഇനി ഭ്രൂണത്തെ ഗർഭാശയത്തിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ്, പ്രൊജസ്ട്രോൺ ആട്ടോ. ഏതാ? പ്രൊജസ്ട്രോൺ ആണ്. ഇനി ആർത്തവ ചക്രം, അണ്ടോൽപാദനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? ആർത്തവ ചക്രം, അണ്ടോൽപാദനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, ഈസ്ട്രജൻ ആണ്. 121ാമത്തെ ചോദ്യം, വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് കാരണം വൃക്കയില് ജലത്തിന്റെ പുനരാഗിരണം കുറഞ്ഞ് കൂടിയ അളവില് മൂത്രം പുറന്തള്ളുന്ന അവസ്ഥ ഏതാ? വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നതിന്റെ ഫലമായിട്ട് വൃക്കയില് ജലത്തിന്റെ പുനരാഗിരണം കുറഞ്ഞ് കൂടിയ അളവില് മൂത്രം പുറന്തള്ളുന്ന അവസ്ഥ ഏതാ? ഏതാ? ഓപ്ഷൻ ബി ആണ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആട്ടോ. ഏതാ? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. 122ാമത്തെ ചോദ്യം, വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ്, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഇനി ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ഏതാ? ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിച്ചിട്ട് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതായിരിക്കും? ഓക്സിറ്റോസിൻ ആട്ടോ. ഓപ്ഷൻ ബി ഓക്സിറ്റോസിൻ ആണ്. ഇനി ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാ? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ
ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? ഹൈപ്പോ തലാമസ് ഗ്രന്ഥി. ഓപ്ഷൻ ബി ആണ് ഹൈപ്പോ തലാമസ് ഗ്രന്ഥിയാണ്. ഇനി പ്രൊലാക്റ്റിന്റെ ധർമ്മം എന്താണ്? പ്രൊലാക്റ്റിന്റെ ധർമ്മം എന്താ? പ്രൊലാക്റ്റിന്റെ ധർമ്മം ഓപ്ഷൻ എ ആണ്. മുലപ്പാൽ ഉൽപാദിപ്പിക്കുന്ന ഏതാ? പ്രൊലാക്റ്റിൻ ആണ്. ഇനി സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം കാരണം മുഖം, വിരലുകള്, താടിയല് എന്നിവയിൽ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഏതു പേരിൽ അറിയപ്പെടുന്നത്? സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം കാരണം മുഖവും വിരലുകളും താടിയലൊക്കെ വളരുന്ന ആ സാഹചര്യം ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് അക്രോമെഗലി എന്നാൽ. എന്താ? അക്രോമെഗലി എന്നാണ്. ഇനി സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നത് കാരണം വളർച്ച മുരടിക്കുന്ന അവസ്ഥ ഏതാ? സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറയുന്നത് കാരണം വളർച്ച മുരടിക്കുന്ന അവസ്ഥ ഏതാ? ഓപ്ഷൻ എ ആണ് വാമനത്വമാണ്. ഏതാ? വാമനത്വമാണ്. ഇനി സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനത്തെ തുടർന്ന് അസാധാരണ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനത്തെ തുടർന്ന് അസാധാരണ ശരീര വളർച്ച ഉണ്ടാകുന്ന അവസ്ഥ ഏതാ? ഓപ്ഷൻ സി ആണ് ഭീമാകാരത്വം. ഏതാ? ഭീമാകാരത്വം. ഇനി വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാ? വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാ? സൊമാറ്റോട്രോപ്പിൻ. ഓപ്ഷൻ ബി ആണ് സൊമാറ്റോട്രോപ്പിൻ ആണ്. ഇനി മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാ? മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാ? പീനിയൽ ഗ്രന്ഥി. ഓപ്ഷൻ ഡി പീനിയൽ ഗ്രന്ഥിയാണ്. ഇനി ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ബി ആണ് മെലാറ്റോണിൻ ആണ്. ഇനി ശരീര വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാ? ശരീര വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാ? ഓപ്ഷൻ സി ആണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഇനി ഉറക്കവും ഉണരലും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാ? ഉറക്കവും ഉണരലും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? പീനിയൽ ഗ്രന്ഥി. ഓപ്ഷൻ ഡി ആണ് പീനിയൽ ഗ്രന്ഥിയാണ്. ഇനി ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്ന ഹോർമോൺ ഏതാ? ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ഡി മെലാറ്റോണിൻ. ഏതാ? മെലാറ്റോണിൻ ആണ്. ഇനി ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാ? ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് ഏതാ? പീനിയൽ ഗ്രന്ഥി. അല്ലെ? പീനിയൽ ഗ്രന്ഥിയാണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്നത്. ഇനി വൃക്കയുമായിട്ട് പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? വൃക്കയുമായിട്ട് പ്രവർത്തിച്ചിട്ട് ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ബി ആണ് അൽഡോസ്റ്റിറോൾ. അല്ലെ? ഏതാ? അൽഡോസ്റ്റിറോൾ ആണ്. ഇനി പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ് കോർട്ടിസോൾ. അല്ലെ? ഏതാ? കോർട്ടിസോൾ ആണ്. ഇനി അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ഡി ആണ് എപ്പിനെഫ്രിൻ. ഏതാ? എപ്പിനെഫ്രിൻ ആണ്. 139ാമത്തെ ചോദ്യം, ടി ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാ? ടി ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് തൈമോസിൻ ആണ്. ഇനി മാറലിന് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാ? മാറലിന് പിന്നിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാ? ഓപ്ഷൻ എ ആണ് തൈമസ് ആണ്. ഇനി യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാ? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാ? തൈമോസിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാ? തൈമോസിൻ ആണ്. ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാനായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ഡി ആണ് കാൽസിറ്റോണിൻ. ഏതാ? കാൽസിറ്റോണിൻ ആണ്. ഇനി അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാ? അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ് അഡ്രിനാലിൻ ആണ്. ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എത്രയാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എത്രയാ? ഓപ്ഷൻ എ ആണ് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml. അല്ലെ? ഇനി അയഡിന്റെ അഭാവം മൂലം തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്ന അവസ്ഥ ഏതാണ്? അയഡിന്റെ അഭാവം കാരണം തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്ന അവസ്ഥ ഏതാ? ഓപ്ഷൻ ഡി ആണ് ഗോയിറ്റർ ആട്ടോ. ഏതാ? ഗോയിറ്റർ ആണ്. ഇനി തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാ? തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് അയഡിൻ ആണ്. ഇനി തൈറോക്സിന്റെ കുറവ് കാരണം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്?
തൈറോക്സിന്റെ കുറവ് കാരണം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, മിക്സെഡിമയാണ്. ഇനി 148ാമത്തെ ചോദ്യം, തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥ ഏതാണ്? തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയാണെങ്കിൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഇനി തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥ ഏതാ? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണെങ്കിൽ ഏതാ? ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ തൈറോയിഡിസം. കൂടുകയാണെങ്കിൽ ഹൈപ്പർ ആണ്, കുറയുകയാണെങ്കിൽ ഏതാ? ഹൈപ്പോയാണ്. 150ാമത്തെ ചോദ്യം, തൈറോക്സിന്റെ കുറവ് കാരണം കുട്ടികളിൽ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന രോഗം ഏതാ? തൈറോക്സിന്റെ കുറവ് കാരണം കുട്ടികളിൽ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുന്ന രോഗമാണെങ്കിൽ ഏതാ? ഓപ്ഷൻ എ ആണ്, ക്രിട്ടനിസം. ഏതാ? ക്രിട്ടനിസം ആണ്. ഇനി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ധർമ്മത്തിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ധർമ്മത്തിൽ ഉൾപ്പെടാത്തത് ഏതാ? പഠിച്ചു നോക്കുക. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. നിരക്ക് ഉയർത്തുന്നത് കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഏതാ? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നതും ഏതാ? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. യുവത്വ ഹോർമോണായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്താണ്? തെറ്റാണ്. യുവത്വ ഹോർമോൺ ഏതാ? തൈമസ് അല്ലെ? തൈമസ് ആണ്. അപ്പൊ ഉപാപചയ പ്രവർത്തനങ്ങളെ നിരക്ക് ഉയർത്തുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി, കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥി, ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നതും ഏതാ? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇനി ഉപാപചയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥി ചോദിച്ചാൽ ഏത് തന്നെയാ? തൈറോയ്ഡ് അല്ലെ? ഏതാ? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. 153ാമത്തെ ചോദ്യം, ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ചിഹ്നം ഏതാണ്? ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ചിഹ്നം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, നീലവൃത്തമാണ്. ഏതാ? നീലവൃത്തമാണ്. ഇനി ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാ? നവംബർ 14 ഇനി മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ചോദിച്ചാൽ ഏത്? ഓപ്ഷൻ ഡി ആണ്, ബെനഡിക്റ്റ് ടെസ്റ്റ് ആണ്. ഇനി 100 മില്ലി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്? 100 മില്ലി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് ചോദിച്ചാൽ എത്രയാ? ഓപ്ഷൻ ഡി ആണ്, 70 മുതൽ 110 മില്ലിഗ്രാം ആണ്. 157ാമത്തെ ചോദ്യം, കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി ആണ്, ഗ്ലൂക്കഗോൺ ആണ്. 158ാമത്തെ ചോദ്യം, കരളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? കരളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ്, ഇൻസുലിൻ ആണ്. ഇനി പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി, ഗ്ലൂക്കഗോണ്. 160ാമത്തെ ചോദ്യം, ആമാശയത്തിന്റെ തുടർച്ചയാ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥി ഏതാ? ആമാശയത്തിന്റെ തുടർച്ചയായിട്ട് പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, പാൻക്രിയാസ് ആണ്. അപ്പൊ 160 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ബാക്കി 40 ക്വസ്റ്റ്യൻ നമ്പർ 1 തൊട്ടാണ്. ഒന്നുകൂടി തുടങ്ങും കേട്ടോ. ഇതിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് ഒരു 40 ക്വസ്റ്റ്യൻ കൂടി. അപ്പൊ എന്നാൽ 200 ആവുള്ളൂ. ഇനി അടുത്തത്, പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്, ഇൻസുലിൻ ആണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ വാഹകർ എന്നറിയപ്പെടുന്ന ആരാണ്? മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ വാഹകർ എന്ന് അറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ ഡി ആണ്, രക്തമാണ്. ഇനി ശരീരത്തിലെ രാസസന്ദേശ വാഹകർ എന്നറിയപ്പെടുന്ന ആരാ? ശരീരത്തിലെ രാസസന്ദേശ വാഹകർ എന്നറിയപ്പെടുന്ന ആരാ? ഹോർമോൺ ആട്ടെ. ഏതാ? ഹോർമോൺ ആണ്. ഇനി മുന്തിരി, ആപ്പിള് മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായിട്ട് ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ ഏതാ? മുന്തിരി, ആപ്പിള് മുതലായ ഫലങ്ങളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനായിട്ട് ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി ആണ്, ഗിബെർലിൻ ആട്ടെ. ഏതാ? ഗിബെർലിൻ ആണ്. ഇനി പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ ഏതാ? പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്, ആബ്സസിക് ആസിഡ് ആണ്.
ഇനി റബ്ബറിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥം ഏതാ? റബ്ബറില് പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ് എത്തിഫോൺ ആട്ടെ. ഏതാ? എത്തിഫോൺ ആണ്. ഏഴാമത്തെ ചോദ്യം, ഫലങ്ങള് അകാലത്തിൽ പൊഴിയുന്നത് തടയല്, വേര് മുളപ്പിക്കല്, കളകളെ നശിപ്പിക്കല് എന്നീ ആവശ്യങ്ങൾക്കായിട്ട് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ ഏതാ? ഫലങ്ങള് അകാലത്തിൽ പൊഴിയുന്നത് തടയല്, വേര് മുളപ്പിക്കല്, കളകളെ നശിപ്പിക്കല് എന്നീ ആവശ്യങ്ങൾക്കായിട്ട് കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ ഏതാ? ഓപ്ഷൻ സി ആണ് ഓക്സിൻ ആട്ടോ. ഓക്സിൻ ആണ്. ഇനി ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, പാകമായ ഇലകള്, കായ്കൾ പൊഴിയല് എന്നിവക്ക് കാരണമാകുന്ന സസ്യ ഹോർമോൺ ഏതാ? ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥ, പാകമായ ഇലകൾ, കായ്കൾ പൊഴിയല് എന്നിവക്ക് കാരണമാകുന്ന സസ്യ ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ് ആബ്സസിക് ആസിഡ് ആട്ടെ. ആബ്സസിക് ആസിഡ് ആണ്. ഇനി കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എന്നിവയെ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാ? കോശ വളർച്ച, കോശ വിഭജനം, കോശ വൈവിധ്യവൽക്കരണം എന്നിവയെ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് സൈറ്റോകിനിൻ. സൈറ്റോകിനിൻ ആണ്. ഈ 10ാമത്തെ ചോദ്യം, വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏതാ? വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഓപ്ഷൻ എ ആണ് എറ്റിലീൻ ആണ്. 11ാമത്തെ ചോദ്യം, കോശ വളർച്ച, അതുപോലെ കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം എന്നിവയെ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാ? കോശ വളർച്ച, കോശ ദീർഘീകരണം, അഗ്രമുകുളത്തിന്റെ വളർച്ച, ഫലരൂപീകരണം എന്നിവയെ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഓക്സിൻ ആണ്. 12ാമത്തെ ചോദ്യം, ഇലകളുടെയും ഫലങ്ങളുടെയും പാകമാകലിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഇലകളുടെയും ഫലങ്ങളുടെയും പാകമാകലിനെ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ് എറ്റിലീൻ ആണ്. 13ാമത്തെ ചോദ്യം, പഴങ്ങൾ പഴുപ്പിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാ? പഴങ്ങൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ബി ആണ് എറ്റിലീൻ ആണ്. ഇനി സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളക്കാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാ? സമൃദ്ധാഹാരത്തെ വിഘടിപ്പിച്ച് വിത്ത് മുളക്കാൻ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ് ഗിബെർലിൻ ആണ്. 15ാമത്തെ ചോദ്യം, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാ? അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ ഡി ആണ് അഡ്രീനാലിൻ ആണ്. ഇനി 16ാമത്തെ ചോദ്യം, സസ്യങ്ങളിൽ ഇല വിരിയാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? സസ്യങ്ങളില് ഇല വിരിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഓപ്ഷൻ എ ആണ് ഗിബെർലിൻ ആണ്. ഇനി കുട്ടികളിൽ തൈറോക്സിന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാ? കുട്ടികളില് തൈറോക്സിന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ഓപ്ഷൻ ബി ക്രിട്ടനിസം. ഇനി കുരുമുളകിന്റെ ദ്രുതവാട്ടത്തിന് കാരണം എന്താ? കുരുമുളകിന്റെ ദ്രുതവാട്ടത്തിന്റെ കാരണം ഓപ്ഷൻ എ ആണ് ഫംഗസ് ആണ്. ഇനി തെങ്ങിന്റെ കൂമ്പ് ചീയലിന് കാരണമാകുന്ന എന്താ? തെങ്ങിന്റെ കൂമ്പ് ചീയലിനെ കാരണം എന്തായിരിക്കും? ഫംഗസ് ആണ്. ഏതാ? ഫംഗസ് ആണ്. തെങ്ങിന്റെ കൂമ്പ് ചീയലിന് കാരണം എന്താ? ഫംഗസ് ആണ്. ഇനി പയറ്, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗത്തിന് കാരണം എന്താ? പയറ്, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗത്തിന് കാരണം എന്താ? ഓപ്ഷൻ ഡി ആണ് വൈറസ് ആട്ടെ. ഏതാ? വൈറസ് ആണ്. ഇനി വഴുതനയിലെ വാട്ടരോഗത്തിന് കാരണം എന്താ? വഴുതനയിലെ വാട്ടരോഗത്തിന് കാരണം എന്താ? ഓപ്ഷൻ എ ആണ് ബാക്ടീരിയ ആട്ടെ. ഏതാ? ബാക്ടീരിയ ആണ്. ഇനി വാഴയിലെ കുറുനാമ്പ് രോഗത്തിന് കാരണം എന്താ? വാഴയിലെ കുറുനാമ്പ് രോഗത്തിന് കാരണം ഏതാ? വൈറസ് കേട്ടോ. ഏതാ? വൈറസ് ആണ്. നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിന് കാരണം എന്താ? നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിന് കാരണമാകുന്നത് എന്താ? ബാക്ടീരിയ. ഏതാ? ബാക്ടീരിയ ആണ്. ഇനി തെങ്ങുകളിലെ ചെന്നീരൊലിപ്പ് രോഗത്തിന് കാരണം എന്താ? തെങ്ങുകളിലെ ചെന്നീരൊലിപ്പിന് രോഗത്തിന് കാരണമാകുന്നത് എന്താ? ഓപ്ഷൻ ഡി ആണ് ഫംഗസ് ആണ്. ഇനി കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഏതാ? കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് ഫംഗസ് ആണ്. 2019 ലോകാരോഗ്യ സംഘടന ഏത് രോഗത്തെയാണ് ആഗോള മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത്? 2019 ലോകാരോഗ്യ സംഘടന ഏത് രോഗത്തെയാണ് ആഗോള മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ഡി ആണ് എബോള. ഏതാ? എബോള രോഗത്തെയാണ്. ഇനി പകർച്ചവ്യാധികളിൽ ഏറ്റവും കുറഞ്ഞ സംക്രമണ സാധ്യതയുള്ള രോഗം ഏതാ? പകർച്ചവ്യാധികളില് ഏറ്റവും കുറഞ്ഞ സംക്രമണ സാധ്യതയുള്ള രോഗം ചോദിച്ചാൽ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്
കുഷ്ഠമാട്ടോ, കുഷ്ഠമാണ്. ഇനി ക്ഷയരോഗത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാ? ക്ഷയരോഗത്തിന്റെ രോഗകാരി ചോദിച്ചാൽ ഏതാ? ബാക്ടീരിയ കേട്ടോ. ഏതാ? ബാക്ടീരിയ ആണ്. എയ്ഡ്സ് രോഗത്തിനാണെങ്കിൽ ഏതാ? എയ്ഡ്സ് ആണെങ്കിൽ ഏതാ? വൈറസ് അല്ലെ, HIV വൈറസ് ആണ്. ഇനി കടലിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയ ഏതാ? കടലിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാക്ടീരിയ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ ബി ആണ്, സൂപ്പർ ബഗ് ബാക്ടീരിയ ആണ്. ഇനി ശരീരത്തിലെ ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്? ശരീരത്തിലെ ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, കരളിനെയാണ്. ഇനി മലിനമായ കുടിവെള്ളം വഴി പകരുന്ന രോഗം ഏതാ? മലിനമായ കുടിവെള്ളം വഴി പകരുന്ന രോഗമാണേത്? ഓപ്ഷൻ ബി, കോളറ. ഇനി പ്രോട്ടീൻ പൊരുത്തക്കേട് കാരണം ഉണ്ടാകുന്ന രോഗം ഏതാ? പ്രോട്ടീന്റെ പൊരുത്തക്കേട് കാരണം ഉണ്ടാകുന്ന രോഗം ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ സി ആണ്, അലർജി ആണ്. ഇനി ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചതാരാ? ആദ്യത്തെ വാക്സിൻ കണ്ടുപിടിച്ചതാരാ? ഓപ്ഷൻ സി ആണ്, എഡ്വേർഡ് ജെന്നർ ആണ്. ഇനി ഡോട്ട്സ് എന്നത് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡോട്ട്സ് എന്നത് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ്, ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത്? ഡോട്ട്സ്. ഇനി ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? ഓപ്ഷൻ ഡി ആണ്, റൂബെല്ല. ഇനി ടെറ്റനസിന് നൽകുന്ന വാക്സിൻ ഏതാ? ടെറ്റനസിന് നൽകുന്ന വാക്സിൻ ഏതാ? ഓപ്ഷൻ സി ആണ്, TT വാക്സിൻ ആണ്. ഇനി MMR വാക്സിൻ നൽകുന്ന രോഗങ്ങളിൽ പെടാത്ത തന്നിരിക്കുന്നതിൽ MMR വാക്സിൻ നൽകുന്ന രോഗങ്ങളിൽ പെടാത്തത് ചോദിച്ചാൽ ഓപ്ഷൻ സി, പോളിയോ ആണ്. അപ്പോൾ MMR വാക്സിൻ ഏതിനൊക്കെയാ കൊടുക്കുന്നത്? അഞ്ചാം പനി, മുണ്ടിനീര്, റൂബെല്ല. അഞ്ചാം പനി, മുണ്ടിനീര്, റൂബെല്ല MMR വാക്സിനിൽ ഉൾപ്പെട്ടതാണ്. ഇനി ജനിച്ച് 6 ആഴ്ച തികയുന്ന സമയത്ത് നൽകുന്ന വാക്സിൻ ഏതാണ്? ജനിച്ചിട്ട് 6 ആഴ്ച തികയുന്ന സമയത്ത് നൽകുന്ന വാക്സിൻ ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ എ ആണ്, OPV1 കേട്ടോ. ഏതാ? OPV1 ആണ്. ഇനി അവസാനത്തെ ചോദ്യം, 40ാമത്തെ ചോദ്യം, ജനിച്ച ഉടനെ നൽകുന്ന വാക്സിൻ ഏതാ? ജനിച്ച ഉടനെ നൽകുന്ന വാക്സിൻ ഏതൊക്കെ ഓർത്തു വെച്ചോ? BCG വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ, 0 ഡോസ് വാക്സിൻ. ഇതൊക്കെ എന്താണ്? കുട്ടി ജനിച്ച ഉടനെ കൊടുക്കുന്ന വാക്സിനുകളാണ്. അപ്പൊ നമ്മള് 160ഉം ഇതിലെ 40ഉം അടക്കം 200 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ.